അയ്യപ്പൻ, ഭദ്രകാളി, വേട്ടേകരൻ, ഗണപതി, സർപ്പങ്ങൾ, നാഗക്കാവ്, ഈ കാവുകളിൽ ഉണ്ടായിരുന്ന ഒരു ആരാധനാ രീതിയാണ് ഈ തീയാട്ട്. അത് ആരാധനയാണ്, കലാരൂപമാണ്. കൈമുദ്രകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അയ്യപ്പൻ തീയാട്ടിൽ. കഥ മുഴുവൻ മുദ്രാപിന് ഒരു പകല് മുഴുവൻ ആടിയുണ്ടുള്ള മുദ്രയുണ്ട്. അതില് തീയാട്ടിൽ എന്താ വെച്ചാൽ ആദിമ ഭാവമാണ്. അത് കാരണം ഒരാൾ തന്നെ പാടുന്നു, ഒരാൾ തന്നെ കൊട്ടുന്നു, ഒരാൾ തന്നെ അഭിനയിക്കുന്നത്. പെട്ടെന്ന് കണ്ട കൂടിയാട്ടം, കഥകളിയൊക്കെ ഒരു വേഷഛായയിലുള്ള ചമയങ്ങളാണ്. എന്നാൽ അത്രയൊന്നും വിസ്തരിച്ച ഇതല്ല. മുഖത്ത് തേപ്പോ അതൊന്നുമില്ല. പ്രധാനമായിട്ട് കളം എന്നുള്ളതാണ് ഞാൻ വ്യത്യസ്ത ഭാവത്തിലുള്ള അയ്യപ്പൻ്റെ കളങ്ങൾ. ഇപ്പം ഇന്ന് തീയാട്ടാണെങ്കിൽ പിന്നെ ആദ്യ ചടങ്ങ് ആ അമ്പലത്തിലെ ഉച്ചപൂജ കഴിഞ്ഞ പാട്ടുകൊട്ടില് ഇതിനു വേണ്ടിയുള്ള ആ പന്തല്, മണിപ്പന്തൽ എന്നതിന് പറയാം, അതൊരുക്കണം. അയ്യപ്പനെ സംബന്ധിച്ചുള്ള പ്രാചീനമായിട്ടുള്ള ഏറ്റവും വലിയ അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ തീയാട്ടം. തിരുവായുധമാണ് അതിൻ്റെ പ്രതീകം. അത് കയ്യിൽ കിട്ടിയ താൻ തന്നെയാണ് അയ്യപ്പൻ എന്നാണ് അതിൻ്റെ സങ്കല്പം. പ്രശസ്ത അയ്യപ്പ തീയാട്ട് കലാകാരൻ, അനുഷ്ഠാന കലാരത്നം മുളങ്കുന്നത്തുകാവ് തീയാടി രാമൻ നമ്പ്യാരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അപ്പം അയ്യപ്പ തീയാട്ട്, ഭദ്രകാളി തീയാട്ട് എന്ന രണ്ട് തരത്തിലുള്ള തീയാട്ടുകളാണുള്ളത്. എങ്ങനെയാണ് അയ്യപ്പ തീയാട്ട് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നത്? അയ്യപ്പൻ തീയാട്ട് എന്നുള്ളത് ശരിക്ക് പാരമ്പര്യമായിട്ട് പഴയ കാലത്ത് ചാലക്കുടി പുഴ തൊട്ട് പയ്യന്നൂർ വരെ ഭാഗത്ത് നടന്നു വരുന്ന, അത് തീയാടി നമ്പ്യാർ എന്നൊരു വളരെ ഒരു അതിന്യൂനപക്ഷ സമുദായമാണ്. അവർ നടത്തി വരുന്ന, അവരുടെ പുലപ്രവൃത്തിയായിട്ട് നടത്തി വരുന്ന അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ തീയാട്ട്. അത് അയ്യപ്പനെ അനുബന്ധിച്ചാണ്. ഇതിൻ്റെ ചാലക്കുടി പുഴ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഭാഗത്ത് നടത്തുന്ന ഒരു സമാനമായിട്ടുള്ള മറ്റൊരു അനുഷ്ഠാന കലാരൂപമാണ് ഭദ്രകാളി തീയാട്ട്. അത് തീയാട്ടുണ്ണി എന്ന് പറഞ്ഞൊരു സമുദായമാണ് അത് നടത്തി വരുന്നത്. ഇതിന് രണ്ടിനെയും തീയാട്ട് എന്നുള്ള പൊതുനാമുണ്ട്. പക്ഷേ കുറേ കാലം എഴുത്തും കാര്യങ്ങളും സഹോദര കലയാണ്. പക്ഷേ എങ്കിലും പലതും വ്യത്യസ്തമാണ്. എന്താണ് അയ്യപ്പൻ തീയാട്ട്? അയ്യപ്പൻ തീയാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലയ്ക്ക് പറയാച്ച ഒരു അതിപുരാതന ദ്രാവിഡ കലയാണ്. അത് ആദിദ്രാവിഡ കല. അതായത് ഇന്നത്തെ ഈ ക്ഷേത്രങ്ങൾ ഉൾത്തിരിയുന്നതിന് മുമ്പ് പഴയകാലത്ത് കാവുകൾ, അയ്യപ്പൻ, ഭദ്രകാളി, വേട്ടേകരൻ, ഗണപതി, സർപ്പങ്ങൾ, നാഗക്കാവ്, അപ്പോൾ ഇവരൊക്കെ കാവ് എന്ന് പറയും. ഈ കാവുകളിൽ ഉണ്ടായിരുന്ന ഒരു ആരാധനാ രീതിയാണ് ഈ തീയാട്ട്. അത് ആരാധനയാണ്, കലാരൂപമാണ്. അനുഷ്ഠാന കല എന്ന് പറഞ്ഞാൽ കലാരൂപത്തിൽ വീക്ഷിച്ചത് മുഴുവൻ കലയാണ്, അത് ആരാധനയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ ഈ മധ്യോത്തര കേരളത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് അയ്യപ്പൻ തീയാട്ട്. ഈ തീയാട്ടിൽ ശരിക്ക് ഗീത, നൃത്ത, വാദ്യ, ആലേഖ്യ, അഭിനയം 5 സുകുമാരകലകൾ സമഞ്ജസമായിട്ട് സമ്മേളിക്കുന്നുണ്ട്. ആലേഖ്യം എന്ന് പറഞ്ഞ കളമെഴുത്ത്. ആദ്യം പഞ്ചവർണ്ണപ്പടികളെ കൊണ്ട് അയ്യപ്പൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള കളമെഴുതി അതിന് പിന്നെ അതിൻ്റെ മുമ്പേ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് ഉച്ചപ്പാട്ട് അതിൻ്റെ അത് തന്നെ ഞാൻ പ്രധാനമായിട്ടുള്ള രംഗക്രിയകളെയാണ് പറയുന്നത്. അപ്പോൾ ഉച്ചപ്പാട്ട് കഴിഞ്ഞ് വലിയ വിസ്തരിച്ച അയ്യപ്പൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള കളമെഴുതി അത് കഴിഞ്ഞ് അലങ്കരിച്ചതൊക്കെ കഴിഞ്ഞാൽ ദേവചൈതന്യം പൂജയിൽ ഇവിടുത്തെ തന്ത്രിയോ മേൽശാന്തിയോ നിർവഹിക്കുന്നു. ആ ദേവചൈതന്യം കളത്തിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിന് സമാനമായിട്ടാണ് വിടുക. പിന്നെ അത് അമ്പലത്തിൽ ചെന്ന് പൂജ ചെയ്യണ പോലെ ഈ കളത്തിനോട് ഈ പൂജ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദേവചൈതന്യം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കൊട്ടിപ്പാടുകയാണ്. കൊട്ടിപ്പാടുക എന്ന് പറഞ്ഞാൽ ഈ അയ്യപ്പൻ്റെ അപദാനങ്ങളെ കൊട്ടിപ്പാടി വ്യത്യസ്ത താളങ്ങളിലുള്ള പാട്ടും ഇതായിട്ട്. പിന്നെ തോറ്റം എന്നുള്ളത് പ്രമേയമാണ്, കഥാപരമാണ്. അതായത് അമൃതമഥന കഥയാണ് ഇതിൻ്റെ പശ്ചാത്തല പ്രമേയം. അതാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ അയ്യപ്പൻ കേരളത്തിൽ വന്ന് ഇള കൊണ്ടുവന്ന് വിരാജിച്ച് വരുന്ന 108 കാവുകൾ, അതൊക്കെയാണ് അതാണ് പ്രമേയം.
അതാണ് തോറ്റം. അത് ഒരു ഗദ്യാഖ്യാന രീതിയാണ്, ഒരു ഈണത്തിലും ഇതിലും. മറ്റേത് കൃത്യം സംഗീതത്തിലാണ്. സംഗീതം എന്ന് പറയാൻ ഇന്നത്തെ സോപാന സംഗീതത്തിൻ്റെ ഒരു പ്രാഗ്രൂപമാണ് അത്. അതായത് തൗരിത്രിക സംഗീതം, ഗീത, നൃത്തവാദ്യം ഒരേ ആൾ കൊട്ടണു, പാടണു, ആടണു എന്നൊക്കെ ഉള്ളതാണ്. അപ്പം എന്താ വെച്ചാൽ ഈ സംഗീതമൊക്കെ ഉൾത്തിരിഞ്ഞ് വരണതിന് മുമ്പേ ഉള്ള കാലത്തെയാണ്, ആയിരത്താണ്ടുകൾ പഴക്കമുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇന്ന് പല രാഗങ്ങളിൽ കണ്ടെത്താൻ പറ്റും. പക്ഷെ ഇന്നത്തെ രാഗങ്ങൾ പോലെ അതിലിങ്ങനെ വ്യക്തമായിട്ട് രാഗം ഇങ്ങനെ നിലനിൽക്കില്ല, ഇങ്ങനെ മിന്നി മറിഞ്ഞു പോവുക എന്നൊക്കെ പറയാൻ പറ്റുക. അതൊന്നൊക്കെ പിന്നെ പിൽക്കാലം കൊണ്ട് വളർന്നാണ് പിന്നെ ഇതിലൊക്കെ എത്തിക്കുന്നത്. രണ്ട് ഭാഗവും ഒരേ ശബ്ദമുള്ള മുക്കാച്ചെണ്ട നീട്ടത്തിലുള്ള ഒരു ഉപകരണം, ഇലത്താളാണ് ഇതിൻ്റെ കൊട്ടിപ്പാടാനുള്ള ഉപകരണങ്ങൾ. അപ്പോൾ ഇത് അത് കഴിഞ്ഞ് ഈ കൊട്ടിപ്പാടി സ്തുതിച്ചാൽ അടുത്ത ഇതായിട്ട് പിന്നെ അടുത്ത രംഗമായിട്ടുള്ള മുദ്രാഭിനയമാണ്. ഈ മുദ്രാഭിനയമാണ് അയ്യപ്പൻ തിയേറ്ററിന് മറ്റ് കലകൾ, ഈ സമാന സമുദായ കലകളിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കണത്. ഇത് നമുക്ക് വളരെ പ്രത്യേകമായിട്ടുള്ള അമൃതമഥന കഥ മുഴുവൻ മുദ്രാഭിനയത്തിലുണ്ട്. മുദ്രാഭിനയത്തിൽ പെട്ടെന്ന് കണ്ട കൂടിയാട്ടം, കഥകളിയൊക്കെ ഒരു വേഷഛായയിലുള്ള ചമയങ്ങളാണ്. എന്നാൽ അത്രയൊന്നും വിസ്തരിച്ച ഇതല്ല, മുഖത്ത് തേപ്പോ അതൊന്നുമില്ല. അതായിട്ട് അത് നമ്മൾ വാസ്തവത്തിൽ ഈ കളത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ നേരെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ മണ്ഡപത്തിലോ ഇരുന്നാണ് വേഷം കണ്ട് ചമഞ്ഞ അപ്പം തന്നെ. അപ്പം അത് വേണം ചമയണ്. അങ്ങനെയുള്ള ചമഞ്ഞ് പിന്നെ മുദ്രാഭിനയം, ഇതും ഒരു ഈ ഇപ്പം കഥകളിക്ക് തന്നെ സപ്തമാതൃക്കളുണ്ട് എന്നാണ് പറയാം. പല ഇത് സമാന കലകളിൽ നിന്നും കടം കൊണ്ടും പലതിന്നും എടുത്തിട്ടാണ് ഈ ഈ കഥകളി ഇന്നത്തെ നിലയിൽ എത്തിയിട്ടുള്ളത്. അതിലെ ഒരു മാതാവായിട്ട് കണക്കാക്കേണ്ട രൂപമാണ് അയ്യപ്പൻ തിയാട്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കളം എഴുതി കണ്ടു കഴിഞ്ഞാൽ ഈ പച്ചവേഷം, പച്ചപ്പൊടി ഇതായിട്ട്. ഇപ്പം അയ്യപ്പൻ തിയാട്ടില് കുറെ ഭാഗങ്ങളുണ്ട്, അത് ഏതൊക്കെയാണ് ആ ഭാഗങ്ങളൊക്കെ? പ്രധാനമായിട്ട് കളം എന്നുള്ളതാണ് ഞാൻ വ്യത്യസ്ത ഭാവത്തിലുള്ള അയ്യപ്പന്റെ കളങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാണ് കൊട്ടിപ്പാടുക. ഇപ്പൊ കൂറയിടൽ തുടങ്ങി തിരുവഴിയിൽ വരെ ഉണ്ടല്ലോ, അത് തൊട്ടുള്ള ഓരോ ഭാഗങ്ങളും. അപ്പൊ ഇന്ന് തിയേറ്ററാണെങ്കിൽ പിന്നെ ആദ്യ ചടങ്ങ് ആ അമ്പലത്തിലെ ഉച്ചപൂജ കഴിഞ്ഞാൽ അവിടെ പാട്ടുകൊട്ടിലെന്നാണ് പറയുന്നത് നടക്കുന്ന സ്ഥലത്തിന്. അപ്പോൾ ആ പാട്ടുകൊട്ടിൽ ഇതിന് വേണ്ടിയുള്ള ആ പന്തൽ, മണിപ്പന്തൽ എന്നതിന് പറയാം, അതൊരുക്കണം. 4 കാല് കുഴിച്ചിട്ട് അതിൻ്റെ വിഴകൾ നോക്കിയിട്ട് അതിനെ അലങ്കരിച്ച് വെള്ളം വിരിച്ച് അതുമ്മയാണ് ഈ കൂറ വിരിക്കുന്നത്. അപ്പോൾ ഈ കൂറ വിരിക്കുക പറഞ്ഞാൽ ആദ്യം ഇതൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ ശ്രീകോവിലിൽ നിന്ന് വന്ന് കൊടിവിളക്കിലോ അല്ലെങ്കിൽ അവിടുന്ന് കുത്തുവിളക്ക് കൊണ്ടുവന്ന് വിളക്കുകൊളത്തി ആദ്യത്തെ ചടങ്ങാണ് കൂറയിടുക. ഈ കൂറയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ശരിക്കും ഉത്സവത്തിൻ്റെ കൊടികയറുന്നതിന് സമാനമാണ്. ആ തിയേറ്ററിന് കൊടികയറുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉച്ചപ്പാട്ട് എന്നാണ് ആദ്യത്തെ ചടങ്ങ്. ആ ഉച്ചപ്പാട്ട് എന്നുള്ള ചടങ്ങ് ഇപ്പം അവിടുത്തെ ഒരു വാൽക്കണ്ണാടിയോ തിരുവായുധം തിരുടാടയിലൊക്കെ ആയിട്ട് ഇത് കെട്ടി ഇവിടെ ഇങ്ങോട്ട് ശ്രീകോവിലിൽ നിന്ന് എഴുന്നള്ളിച്ച് വെച്ച് ഈ അവിടെ പീഠത്തിൽ വെച്ച് ഒരു ചെറു പൂജയുണ്ട്. ആ ചെറു പൂജയിൽ ഗണപതി ശാസ്താവിനെയും പൂജിച്ച് എന്നിട്ട് അതിൻ്റെ മധ്യത്തിൽ കുറച്ച് പാട്ട്, പ്രത്യേക ഗണപതി സരസ്വതി ഇതായിട്ടുള്ള അയ്യപ്പനെ ഇതായിട്ട് 108 കാവുകൾ അയ്യപ്പൻ അച്ഛനായിട്ടുള്ള മഹാദേവ നിയോഗത്താൽ കേരളത്തിൽ തൃക്കുന്നപ്പുഴ, തിരുവുള്ളക്കാവ്, ചമ്രവട്ടം മാതിയായി 108 കാവുകളിൽ ഇളവുണ്ട്. ആ 108 കാവിലെ അയ്യപ്പന്മാരെയും ഈ പാട്ടുകൊട്ടിലേക്ക് സാന്നിധ്യം ആഹ്വാനം ചെയ്യുന്ന ചടങ്ങാണ് ഉച്ചപ്പാട്ട്. അത് ആദ്യ ചടങ്ങ് ഒരു 10-20 മിനിറ്റിൽ. അത് കഴിഞ്ഞാൽ പൂജ സമാപിച്ചു കഴിഞ്ഞാൽ ഈ തിരിച്ച് എഴുന്നള്ളിക്കും, ശ്രീകോവിലേക്ക് തന്നെ എഴുന്നള്ളിച്ച് വെച്ചാൽ അപ്പോൾ അവിടെ ഇപ്പോൾ വിളക്കുളത്തി കൂറയിട്ട് ഉച്ചപ്പാട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ കുരുത്തോല തൂക്കി വളരെ അതിനുള്ള അതിൽ മണിപ്പന്തല ഒരുക്കുക എന്ന് പറയും. അപ്പം അതിൽ ഇതായി കഴിഞ്ഞാൽ കളം എഴുതാൻ അതാണ് ആദ്യത്തെ ചടങ്ങ്. ഈ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നത്തെ പ്രധാനതാണ് കളമെഴുത്ത്. കളമെഴുത്തിലാണ് ഞാൻ പറഞ്ഞ് പഞ്ചവർണ്ണ പൊടികൾ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് പഞ്ചവർണ്ണ പൊടികൾ. അത് അരിപ്പൊടി, വെളുത്ത പൊടി, അരിപ്പൊടി, ഉമിക്കരി അതാണ് കറുപ്പിന് ഉപയോഗിക്കുക, ഉമിക്കരി, മഞ്ഞൾപ്പൊടി തന്നെ ചുണ്ണാമ്പ് തേച്ച്
ഉരച്ച് അത് ചുവപ്പാവണം. പിന്നെ വാക അല്ലെങ്കിൽ മഞ്ചാടി ഇതിൻ്റെ ഇല ഉണക്കിയിടിക്കുകയാണ്. അത് നല്ല തുട്ടുത്ത പച്ച നിറം കിട്ടും. അതാണ് പഞ്ചവർണ്ണ പൊടികൾ. ഈ പൊടികളല്ലാണ്ട് കൃത്രിമ പൊടികളൊന്നും ഇതിന് ഉപയോഗിക്കാറില്ല പാരമ്പര്യമായിട്ട്. അപ്പോൾ ഈ പൊടികൾ ഇനി ഇതിൽ വേണമെങ്കിൽ ഒന്നുണ്ട്. ഇപ്പം ഇതിൽ അയ്യപ്പന് തന്നെ ഭാര്യാപുത്ര സമേതനായിട്ടുള്ള ഇതിലിപ്പോൾ പ്രഭ എന്നാണ് ഭാര്യയുടെ പേര്. ചന്ദന നിറമാണ്. ഈ ചന്ദന നിറത്തിനായി നമ്മൾ ഇതേ പൊടികൾ തമ്മിൽ മിശ്രണം ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ മഞ്ഞപ്പൊടിയിൽ കുറച്ച് അരിപ്പൊടി ആയി കഴിഞ്ഞ് ചന്ദന നിറമാക്കും. അതേപോലെ ഈ ഷെയ്ഡ് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെയുള്ള ഇതിന് വേണമെങ്കിൽ ശ്യാമളം, പച്ച, കറുപ്പ്, ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതൊരു ഷെയ്ഡ് കൊടുക്കണം. ഇന്നത്തെ ഇതിൻ്റെ ഒരു എഫക്റ്റിന് അത് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈ തരം പൊടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലർപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാൻ ഉണ്ടാവും. മറ്റ് കൃത്രിമ പൊടി ഒന്നും എടുക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ ഈ പൊടികളെ കൊണ്ട് വ്യത്യസ്ത ഭാവത്തിലുള്ള കളം എന്ന് പറയുകയാണെങ്കിൽ വെറുതെ വില്ല് അമ്പും പിടിച്ച് നിൽക്കണ അയ്യപ്പൻ, അതൊരു സാധാരണ നിത്യനിദാനം തീയാട്ട് നടക്കുക വെച്ചാൽ അങ്ങനെയാണ് കളയുന്നത്. കുറച്ചും കൂടി ഇതായിട്ട് ഇതാവുകയാണെങ്കിൽ പ്രഭാമണ്ഡലം എന്ന് പറഞ്ഞാൽ തിടമ്പ്, ഈ ശിവേലിക്കൊക്കെ എഴുന്നള്ളിക്കുന്ന തിടമ്പ് രൂപത്തിൽ ഉള്ള ചിത്രപ്പണികളോട് തന്നെയുള്ള ആ പശ്ചാത്തലത്തിലുള്ള പ്രഭാമണ്ഡലം, നടുവിൽ നിൽക്കണ അങ്ങനെ നിൽക്കണതായിട്ടുള്ള ആയുധധാരിയായിട്ടുള്ള അയ്യപ്പൻ. ഇതല്ലാണ്ട് അശ്വവാഹനാണ് ഇത് ഇതായിട്ടുള്ള അശ്വത്തിനെ കടിഞ്ഞാണ്, വലത്തെ കയ്യിൽ കടിഞ്ഞാണും ചമ്മട്ടിയും പിടിച്ച ഇടത്തെ കയ്യിൽ വില്ലും അമ്പോ അല്ലെങ്കിൽ അവനാഴി ഉണ്ടാവും. അപ്പം അങ്ങനെ ഇത് പിടിച്ച് ആയുധധാരിയായിട്ടുള്ള അശ്വവാഹനം പറഞ്ഞ അശ്വത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നതായിട്ടല്ല. അപ്പം അതിൻ്റെ കളമെഴുത്തിനൊരു സ്വഭാവമുണ്ട്. അങ്ങനെ നിന്ന വലുപ്പം കാണിക്കാൻ, എൻ്റെ ചിത്രപ്പണികൾ ചെയ്യാൻ നിന്ന രൂപത്തിലാണ് ചെയ്യുക. ഇരിക്കണതായി അതിൻ്റെ ഒരു എഫക്റ്റ് പോവുക ചെയ്യുക. അത് കാരണം അത് അങ്ങനെയാണ് അതിൻ്റെ പാരമ്പര്യം. അതേ രൂപത്തിൽ തന്നെ പുലിവാഹനം, ഈ പുലിവാഹനം എന്നുള്ളത് ശരിക്ക് അയ്യപ്പൻ തീയാട്ടിൻ്റെ ഒരു നേരെ പ്രമേയത്തിൽ ഇതായതല്ല, അത് ശബരിമല സങ്കല്പത്തിലാണ്. അപ്പോൾ അത് ശബരിമല അയ്യപ്പന്മാർക്ക് വളരെ പ്രധാനമായി. കാരണം പലപ്പോഴും ധാരാളമായിട്ട് പുലി എഴുതേണ്ടി വരും. അതും ഇതേ പശ്ചാത്തലം. പുലിയാകുമ്പോൾ പുലിയുടെ പശ്ചാത്തലത്തിൽ അയ്യപ്പൻ നിൽക്കണതായിട്ട്, കുതിരയാവുമ്പോൾ അതിനെ നല്ല അതിന് ചിത്രപ്പണി, അതൊരു കുതിര ഇതാവണം, അതിൻ്റെ പട്ടക വിരിച്ച് അതിൻ്റെ പിന്നിൽ ഇരിപ്പും അതിനെ അലങ്കരിച്ചും വളരെ അതിൻ്റെ ഈ മുഖത്ത് എല്ലാം ഇതൊക്കെ കടിഞ്ഞാണും ചമ്മട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ. അത് ഇനി ഇതും അല്ലാണ്ടുള്ള അയ്യപ്പന്തിയാറുള്ള ഏറ്റവും വലിയ രൂപമാണ് ഭാര്യാപുത്ര സമേതനായിട്ടുള്ള അയ്യപ്പൻ കളം. ഇതിൽ പ്രഭയാകുന്ന ഭാര്യ, സത്യകനാകുന്ന പുത്രനെ, അതിൽ ഇന്ദ്രനെ സ്വർഗത്തിൽ വേദപരീക്ഷയിൽ തോൽപ്പിച്ച് തൻ്റെ പിതാവായിട്ടുള്ള മഹാദേവ സാന്നിധ്യത്തിൽ സർവജ്ഞപീഠം ഏറുക എന്നാണ് അതിൻ്റെ സങ്കല്പം. ആ സർവജ്ഞപീഠമേറിയ ആ ഭാവത്തിലാണ് സർവജ്ഞപീഠത്തിൽ ശാസ്താവ് പീഠത്തിൽ ഇരിക്കുന്നു. പ്രഭയാകുന്ന ഭാര്യ ഇടതുഭാഗത്ത് ഇങ്ങനെ കൈ കോർത്ത് ആലിംഗനം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക. തൊട്ടടുത്ത് പുത്രനായിട്ടുള്ള ചെറിയ അയ്യപ്പ രൂപത്തിൽ തന്നെ, പക്ഷേ പുത്രനായിട്ടുള്ള സത്യകൻ വില്ലമ്പും പിടിച്ച് ഇങ്ങനെ ഈ ഒരേ കളത്തിൽ ഇങ്ങനെ 3 കളം എഴുതും. ഇതിന് 3 രൂപക്കളം എന്നാണ് അതിനെ സാങ്കേതികമായിട്ട് പറയാം. ഇതാണ് കളത്തിലെ പ്രധാനമായിട്ടുള്ള രൂപക്കളങ്ങൾ. രൂപക്കളം പറഞ്ഞാൽ പ്രത്യേകത ഇപ്പോൾ വാഹനങ്ങൾ ഇത് അതായിട്ട് വരുന്നത്. ഇനി ഇതല്ലാണ്ട് പത്മക്കളുണ്ട്. ഈ അയ്യപ്പൻ തീയാട്ടിൻ്റെ വിസ്തൃത രൂപമാണ് ഉദയാസ്തമനക്കൂത്ത്. ഈ അമൃതമദന കഥ മുഴുവനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ആടി വരുന്ന ഇതാണ്, ഉദയം തൊട്ട് അസ്തമനം വരെ. അപ്പോൾ അതിന് എഴുതണ പ്രത്യേക തലേദിവസം വിസ്തരിച്ച തീയാട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഉദയാസ്തമനക്കൂത്ത്. അതിന് പ്രത്യേകിച്ച് പത്മക്കളാണ് ഇടുക. അപ്പോൾ സ്വസ്തിക അഷ്ടദളമാലയായിട്ടുള്ള ഈ പത്മക്കളത്. ഈ രൂപക്കളത്തിന് കല കൂടുതൽ രൂപക്കളത്തിലായിരിക്കുമെങ്കിലും വല്ലാണ്ട് ശ്രദ്ധ ഒരുപാട് 17 സ്വസ്തികം, 24 പത്മം, അഷ്ടതളായി, പിന്നെ നിറച്ച് കള്ളികൾ. അതിലൊന്നും നിറക്രമം ഇന്ന കള്ളിക്ക് ഇന്നത് എന്ന് വളരെ അത് കൂടുതൽ താന്ത്രികമായിട്ടുള്ള ഇതാണ്. അതായത് കൂടുതൽ ശ്രദ്ധയും കളത്തിൻ്റെ വലിപ്പം ഉണ്ടാവും. അപ്പം ഇതാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള കളങ്ങൾ. കളമെഴുത്തിന് ശേഷമുള്ള ബാക്കി ഭാഗങ്ങൾ ഏതൊക്കെ? അപ്പൊ ഈ കളമെഴുത്ത് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും നിറച്ച് വെള്ളരി എന്ന് പറഞ്ഞാൽ അരി മാത്രമല്ല, നാക്കിലയിൽ ചുറ്റും
നിറച്ച് ഈ ഒരു ഒരേ നാക്കിലയിലും അരി എന്ന് പറഞ്ഞ ഉണക്കല്ലരി, നാളികേരം, വെല്ല, അടയ്ക്ക, പഴം, ശർക്കര, അങ്ങനെ നിറച്ച് ചുറ്റും. അതൊക്കെ അതിൻ്റെ പൂജാ ഭാഗമാണ്, അതിന് നേദിക്കാനുള്ളതുമാണ്, അലങ്കാരമാണ്. അങ്ങനെയാണ് നിറച്ച് മാല തൂക്കി, അടയ്ക്ക, മറ്റേ വെറ്റിലൊക്കെ ഇങ്ങനെ ഈ കുരുത്തോലയിൽ തന്നെ തൂക്കിയിട്ടുണ്ടാവും. അങ്ങനെ നല്ലോണം അലങ്കരിച്ച് ചന്ദനത്തിരി, കൽപ്പൂരൊക്കെ വെച്ച് അങ്ങനെ അഗ്രഭാഗത്ത് തിരുവിടയാടയിൽ വാൽക്കണ്ണാടി അല്ലെങ്കിൽ ഈ തിരുവായുധം അത് അവിടെ എഴുന്നള്ളിച്ച് ഇതാവും. അത് പിന്നെ പൂജയിലേക്കാവുമ്പോഴേക്കാണ് അത് കൊണ്ടുവരിക. അപ്പോൾ അതവിടെ വയ്ക്കാനുള്ള പീഠം ഒരുക്കി അങ്ങനെ എല്ലാ അലങ്കാരവും ചെയ്ത് നിറച്ച് വിളക്കുളത്തി അതായി കഴിഞ്ഞാലാണ് അപ്പോൾ കളമെഴുത്തിൻ്റെ ആദ്യഘട്ടം തീർന്ന് ഇനി അടുത്ത ഘട്ടത്തിലേക്കാണ് പിന്നെ പോകുന്നത്. അതെ അതെ. എങ്ങനെയാണ് കൂത്തിന്റെ തുടക്കമൊക്കെ എങ്ങനെയാണ്? അല്ല, അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പാട്ട്, അത് കഴിഞ്ഞിട്ടാണ് കൊട്ടിപ്പാടണ്. ഞാൻ ഇത് പറഞ്ഞു, ഇങ്ങനെ ഈ ഗണപതി സരസ്വതി കഴിഞ്ഞ് അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങി. പിന്നെ അവദാനങ്ങൾ വ്യത്യസ്ത താളങ്ങളിൽ, വ്യത്യസ്ത രാഗങ്ങളിൽ, ശീലുകളിൽ എന്ന് പറയട്ടെ, രാഗങ്ങൾ ഉൾത്തിരിയണതിന് മുമ്പേയുള്ള ഭാവങ്ങളാണ് ശീലുകൾ. അപ്പം അങ്ങനത്തെ ഇതിൽ പാടി, തോറ്റങ്ങൾ പാടി, സ്തുതിപരമായിട്ടൊരു അങ്ങനെ പാടി വരുന്നതിനാണ് പാട്ട്, കൊട്ടുംപാട്ട് എന്ന് കൊട്ടിപ്പാടുന്നത്. ഈ ഭാഗം കഴിഞ്ഞപ്പോൾ ഇത് 2 രംഗക്രിയകളാണ്, ഈ കളമെഴുത്ത്. ഞാൻ എൻ്റെ ബാക്കി ചെറുവഹ ഇത് ചടങ്ങുകളാണ് മറ്റേത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2ാമത്തെ രംഗക്രിയയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ രംഗക്രിയയാണ് കൂത്ത്. കൂത്ത് എന്നുള്ളത് ശരിക്കും കൂത്ത് എന്ന് പെട്ടെന്ന് ഇപ്പോൾ ചാക്യാർ കൂത്ത് എന്ന് പറഞ്ഞ പോലെ വായ പറഞ്ഞുകൊണ്ടുള്ളതല്ല. കൂത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും മുദ്രാഭിനയമാണ്. തനി മുദ്രാഭിനയം. ഇതിലെന്താ വെച്ചാൽ ഇതിന് കൂടുതൽ സാമ്യം കൂടിയാട്ടമായിട്ടാണ്. പഴയ 1000 ആണ്ടുകൾ പഴക്കമുള്ള ഒരു ദേവനോട് നേരിട്ട് സംവദിക്കണ രൂപത്തിൽ. ഇത് സാമൂഹ്യ കലയല്ല. നമ്മൾ ഇതിൽ നന്ദികേശ്വര വേഷധാരി എന്നാണ് അതിൻ്റെ സങ്കല്പം. അയ്യപ്പൻ്റെ ജന്മരഹസ്യം മുദ്ര കയ്യാൽ ആടിക്കൊടുക്കണതായിട്ടാണ്. ഇപ്പം നേരിട്ട് ദേവനെ ഒന്നിലോ കളത്തിന് അഭിമുഖമായിട്ട് കളത്തിൽ അയ്യപ്പനോട്, അല്ലെങ്കിൽ നേരെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ മണ്ഡപത്തിൽ നേരെ ദേവനോട് അയ്യപ്പസ്വാമിയോട് നേരിട്ട് സംവദിക്കണ രൂപത്തിലുള്ളതാണ്. അപ്പം അത് കാരണം അതിൻ്റെ അനുഷ്ഠാന സ്വഭാവം വല്ലാണ്ട് കൂടും. പക്ഷെ രസാഭിനയമില്ല, ഭക്തി, വീരഭക്തിയാണ്. സംഗീതത്തിൻ്റേത് വീരഭക്തിയാണ്, കഥ ഈ മുദ്രാഭിനയത്തിൻ്റെ വീരഭക്തിയാണ് അതിൻ്റെ ഭാവം. ഇപ്പം കൂത്ത് തുടങ്ങുന്നതിന് മുമ്പ് കളം വായിച്ചുകൊണ്ട് അയ്യപ്പനെ ആവാഹിച്ചിട്ടാണോ തുടങ്ങുന്നത്? അതാണ് ഈ അത് ഇതായില്ലോ. അതായത് കളയിട്ട് എല്ലാ അലങ്കാരങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എഴുന്നള്ളിച്ച് വെച്ച് പൂജയാണ്. ഈ പൂജയിലാണ് ശരിക്ക് ഈ തന്ത്രി, ക്ഷേത്രം തന്ത്രിയോ മേശാന്തിയോ പൂജ ചെയ്ത് പൂജയോടുക്കനെ ഇതിൽ ദേവചൈതന്യം ആവാഹിക്കുകയാണ്. അതിന് അപ്പം അത് കളം ശരിക്കും നേരെ ക്ഷേത്രതുല്യമായി കഴിഞ്ഞു. പിന്നെ ഇത് ഇന്നിപ്പോൾ ഏത് പുറം ഇതിൽ വെച്ച് നടത്തിയാൽ എല്ലാവരും അവിടെ നമസ്കരിക്കും, തൊഴും. അതൊരു ക്ഷേത്രത്തിൻ്റെ ഭാവന ഇതിന് കിട്ടുന്നത്. അപ്പം അതിലാണ് ദേവചൈതന്യം ആവാഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പാടി സ്തുതിക്കുന്നത്. അപ്പം ആ 2 രംഗക്രിയകളും കഴിഞ്ഞാണ് ചമയങ്ങളോടെ ഈ മുദ്രാഭിനയം എന്നുള്ള ഇത് വരുന്നത്. അമൃതമഥന കഥ 12 ഖണ്ഡമായിട്ട് ദുർവാസാവിൻ്റെ ശാപം മുതൽ ഇന്ദ്രന് ഈ ശാപത്തിൽ ജരാനര വരുന്നതും അതിൽ വേറെ വഴിയില്ലാണ്ട് ത്രിമൂർത്തികളുടെ സഹായത്തോട് ഇങ്ങനെ ദേവാസുരന്മാർ കൂടിയിണങ്ങി മന്ദരപർവ്വതത്തെ മന്ദാക്കി വാസുകി പാശമാക്കി അമൃത് കടയണു. ആ അതിൽ അമൃത ആദ്യം ഇതാവാണ്ട് അതിൽ വിഷം ഉണ്ടാവണു, കാളകൂട വിഷം. അത് മഹാദേവനാണ് നേരെ ഭുജിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇതായിട്ട് നീലകണ്ഠൻ എന്നുള്ള പേരുണ്ടാവണത് അങ്ങനെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അതിൽ മന്ദരപർവ്വതം ഇതിൽ സമുദ്രത്തിൽ മുങ്ങിപ്പോണതും ആമയായിട്ട് അവതാരം ചെയ്ത് ഇതായിട്ട് മന്ത്രപർവ്വതത്തെ ഉയർത്തി കൊടുത്തി ഇതാവണു. ദേവന്മാർ അസുര അതിൽ വേറെയും എന്താ വെച്ചാൽ ദേവന്മാർ അസുരന്മാരും തമ്മിലുള്ള യുദ്ധം അവരെ സന്ധി ചെയ്യിപ്പിച്ച് ഗരുഡനാണ് വാസുകിയെ കൊണ്ടുവരാൻ പോണത്. അവർ തമ്മിലുള്ള യുദ്ധം. അപ്പോൾ ഒടുക്ക അത് പറഞ്ഞ് ഇന്നതിനാണ് എന്ന് പറഞ്ഞ് മഹാദേവ നിയോഗത്താലാണ് വാസുകി വന്ന് ഇത് ഒടുക്കം ഇവർ രണ്ടാക്കും കൂടി അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അമൃതമഥനം പകുതിയായിട്ട് ഒന്നും ഉണ്ടാവാതെ പെട്ടെന്ന് ബാലി ഇത് അതൊക്കെ പുരാണ
കഥയാണ് ഇതിനും. ബാലി പെട്ടെന്ന് വന്ന് കൈകൊട്ടി ചിരിച്ചതല്ലോ ബാലി എന്ന് പറഞ്ഞപ്പോൾ മഹാവിഷ്ണുവൊക്കെ എന്തേ ചിരിച്ചോ, ഇത്ര ദേവന്മാരും അസുരന്മാരും ത്രൈലോക്യം മുഴുവൻ ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. ഇത് പറഞ്ഞ് പെട്ടെന്ന് നിനക്കോ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഓഹോ ഞാനാവാന്ന് പറഞ്ഞ് ബാലി ഒറ്റയ്ക്ക് ഒരു വാസുകിയുടെ തല കൈകൊണ്ടും ബാലിയുടെ വാലുമേ കൂട്ടിക്കെട്ടി ഒറ്റയ്ക്ക് ഇതാവുകയാണ്. അങ്ങനെ ഒന്ന് കാര്യം അത് ചെയ്യുന്നു. അതിൽ എന്തുണ്ടായിച്ചാൽ ഒടുക്കം മന്ദരപർവ്വത അതിൽ മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിന് താര എന്നുള്ളൊരു അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീരത്നം അതിൽ വന്നു. ബാലി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞ് ഈ ഇവരെ മുഖത്ത് വെച്ച് ബാലി പൂ ഇതൊക്കെ അതിലുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള പിന്നെ അമൃതമദനം ഈ പ്രതിബന്ധങ്ങളൊക്കെ തീർന്ന് ദേവന്മാർ അസുര മഹാവിഷ്ണു തന്നെ ഒരേ 2 രൂപത്തിലായിട്ട് ആവുക എന്നാ പറയാം. അങ്ങനെ ഇതായിട്ട് അതിൽ ഓരോന്നായിട്ട് അതിന്ന് ഉച്ചൈസ്രവസ് ദർഭ ഒരേ പൂജ അത് പലതും അതിൽ കളകൂടെ മുമ്പ് തന്നെ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് അമൃത് ഉണ്ടായി. ധന്വന്തരി മൂർത്തി ഈ അമൃതും കൊണ്ടുവരണു. ആ അമൃത് ദേവന്മാർക്ക് കൊടുക്കണു. അത് കൊടുത്ത് സ്വർഗത്തിൽ ഇവരവിടെ ചെന്ന് സന്ധ്യയെ ഉപാസിക്കാൻ വേണ്ടി സന്ധ്യാവന്ദനത്തിനായിട്ട് അവിടെ വെച്ച് ഉപാസിക്കാൻ പോയ സമയത്താണ് അസുരന്മാർ ഈ കാളകൂട വിഷത്തിൻ്റെ അവരെ മുഖം പിടിച്ചേർന്ന്. ആ സമയത്ത് വിഷച്ചായയിൽ അവരൊക്കെ ബോധമില്ലാണ്ട് കിടക്കുകയായിരുന്നു. അമൃതം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്നൊക്കെ അതിൻ്റെ മണം ഏറ്റിട്ട് ഇവർ ഇതായി വന്നു. അപ്പോൾ ആരുമില്ല. അപ്പോഴവർക്ക് മനസ്സിലായി ഇതിങ്ങനെ അമൃത് അവർ ദേവന്മാർ ഇത് അവർക്ക് മാത്രമേ കൊടുത്തു എന്നുള്ളൂ. അവർ ചെന്ന് നോക്കിയപ്പോൾ ദേവന്മാരിൽ നിന്ന് തട്ടിയെടുക്കണം ചെട്ടി ചെന്നപ്പോൾ ദേവന്മാരാരും അവിടെ ഇല്ല. അവർ സന്ധ്യ ഉപാസിക്കാൻ പോയിക്കുകയാണ്. അമൃതമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്തു? അവർ ആ അമൃത് മുഴുവൻ കട്ടുകൊണ്ടായി. ഇതറിഞ്ഞിട്ടാണ് പിന്നെ ഈ ദേവന്മാരുടെ അപേക്ഷ കൊടുക്കനെ ഈ ഇതായിട്ട് വിഷ്ണു മോഹിനി രൂപത്തിൽ ചെന്ന് കട്ടുകൊണ്ടുപോയത് തിരിച്ച് കട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇതായിട്ടൊരു അതിസുന്ദരിയായിട്ടുള്ള ഇതിൽ ഭാവത്തിൽ ചെന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഊട്ടി ജരാനര തീരണു. ഇതാണ് 12 ഖണ്ഡങ്ങളിലെ 11 ഖണ്ഡം വരെയുള്ള കഥാവിന്ദു പുരാണ പ്രസിദ്ധമായിട്ടുള്ള കഥാഭാഗം. അപ്പം ഇതുവരെ അതിൻ്റെ എന്തായാലും പറയുക ഇതിൻ്റെ ഭാഗമായി നിന്നിരുന്ന ശിവൻ അതുവരെ ത്രിമൂർത്തികളും ഉണ്ടായിരുന്നു. ഈ അമൃത് കിട്ടി ദേവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അത് തീർന്നു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയതാ. പിന്നെ ശിവൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൽ ഇങ്ങനെ കട്ടുകൊണ്ടുപോയെന്നും അത് വിഷ്ണു മോഹിനിയായിട്ട് തിരിച്ചു കൊണ്ടുവന്നു എന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ആ രൂപം താൻ കണ്ടില്ലല്ലോ എന്ന് മഹാദേവന് ഒരു പെട്ടെന്ന് ഇത് തോന്നി. അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിഷ്ണുവിനെ സമീപിച്ച് എനിക്ക് ആ മോഹിനി രൂപം കാണണം എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും വിഷ്ണു പറയും അത് വേണ്ട, അത് അങ്ങനെ കണ്ട അത് പറഞ്ഞ് അല്ലാക്കത് കാണണമെന്ന് മഹാദേവൻ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ആ നിർബന്ധത്തിന് വഴങ്ങി മഹാവിഷ്ണു ആദ്യം വീണ്ടും വിഷ്ണു മോഹിനി രൂപത്തിൽ ഇങ്ങനെ അലങ്കാരങ്ങളും ഇതായിട്ടൊരു അത്ര അതിസുന്ദരിയായിട്ടുള്ള മോഹിനി രൂപത്തിൽ ഉദ്യാനത്തിൽ ഊഞ്ഞാലാടിയും പന്തടിച്ചും വീണ വായിച്ചും അതൊക്കെ കൂത്തിൻ്റെ അഭിനയരംഗമാണ് അത്. അങ്ങനെ ഈ ഉട്ടുക്കം ശിവൻ ഇത് വിഷ്ണുവാണോ മോഹിനിയാണോ ഒന്നും ഓർമ്മയില്ലാണ്ട് ആ സംയോഗം നടക്കുകയാണ്. വിഷ്ണു മോഹിനിയെ പ്രാപിക്കുന്നു. ആ ശൈവ വൈഷ്ണവ സംയോഗത്തിൽ ഗർഭം ആയിട്ട് ശാസ്താവിന് ഗർഭം ധരിച്ച് പെട്ടെന്ന് എന്താണ് വേണ്ടത് എന്നുള്ളത് വിഷ്ണു മോഹിനി എന്നുള്ളത് ഒരു താൽക്കാലികമായിട്ടൊരു ഭാവത്തിൽ 10 മാസം ഗർഭം ധരിച്ച് ഇതാവാൻ പറ്റില്ല. അപ്പം എന്താണ് വേണ്ടത് എന്ന് ആലോചിച്ചപ്പോഴാണ് മഹാദേവൻ മോഹിനിയുടെ ഒരു വിഷമാവസ്ഥ കണ്ടിട്ട് അതിന് ഞാൻ വഴി വരാൻ പറഞ്ഞ് ഗർഭം വലത്തെ തുടയിലേക്ക് ആവാഹിക്കാൻ പറ്റും. അങ്ങനെ വലത്തെ തുടയിലേക്ക് ആവാഹിച്ച് ശിവൻ്റെ വലത്തെ കയ്യിലെ ആയുധമായിട്ടുള്ള വരായുധമായിട്ടുള്ള പരശിവൻ മുഴു കൊടുക്കേണ്ടതുകൊണ്ട് വലത്തെ തൃത്തുട കീറി പ്രസവിക്കും ഒക്കെ ഇതായിട്ട് എന്ന് പറഞ്ഞ് വളരെ എളുപ്പത്തിൽ അങ്ങനെ അപ്രകാരം വലത്തെ തുടയിലേക്ക് ആവാഹിച്ച് പ്രസവിച്ച് ഉണ്ണി ആയിട്ടുള്ള ശാസ്താവ് ജനിക്കുന്നു. ഈ വിഷ്ണു മോഹിനി ഈ ആദ്യമായിട്ടുള്ള എല്ലാ ചടങ്ങുകളായിട്ടുള്ള പ്രസവാനന്തര ചടങ്ങുകളൊക്കെ കഴിച്ച് ജാതകർമാദികൾ കഴിച്ച് കൈലാസത്തിൽ തൻ്റെ അച്ഛനായിട്ടുള്ള ശാസ്താവിനെ അച്ഛനായിട്ടുള്ള മഹാദേവനെ കൈലാസത്തിൽ ആക്കണു എന്നുള്ള അതാണ് കൂത്തിൻ്റെ ആ 12 ഖണ്ഡമായിട്ടുള്ള ഈ അവതാരകഥയാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം.
അപ്പോൾ ഒരു തീയാട്ട് നടത്തുമ്പോൾ എപ്പോഴും ഇപ്പം കൃഷ്ണനാട്ടത്തിൽ കാണാം 8 കഥയാണ്. പക്ഷെ ഏറ്റവും പ്രാധാന്യം എന്ത് കഥയിലും എടുക്കുക അവതാരം കളിക്കണം. അതാണ് എൻ്റെ അവതാരകഥ. അപ്പോൾ തീയാട്ടിനും അതന്നെയാണ്. 12 കണ്ടുണ്ടെങ്കിൽ അവതാരകഥയ്ക്കാണ് പ്രാധാന്യം. അപ്പം അങ്ങനെ ഇത് കഴിഞ്ഞാൽ വിഷ്ണു മോഹിനി പൂർവ്വരൂപത്തിലായിട്ട് വിഷ്ണുവായിട്ട് പോയി. ഒരു മോഹിനി എന്നുള്ളൊരു അതാണ് ഇങ്ങനെ ഈ പ്രസവത്തിന് ഇങ്ങനെ ഇത് ഉണ്ടാവാനുള്ള കാരണം. അപ്പം അതാണ് കൂത്തിൻ്റെ പ്രമേയം. ഓക്കെ, ഇപ്പൊ കൂത്തിലേക്ക് വരുമ്പോ അയ്യപ്പൻ തീയാട്ടിലേക്ക് വരുമ്പോ കൂത്തിന്റെ ചമയങ്ങൾ ഏതൊക്കെയാണ്? കൂത്തിന്റെ ചമയം വളരെ സമാനമായിട്ട് പെട്ടെന്ന് കണ്ടാൽ ഞാൻ കൂടിയാട്ടത്തിലെ അതല്ലെങ്കിൽ ചാക്യാർ കൂത്തിന് വാസിക എന്ന് അതിന് പറയാം. ആ വാസികന് പാതികം എന്നാണ് അതിൻ്റെ ഒരു മലയാളത്തിൽ നമ്മൾ ഇത് പറയാറ്. അതേ ഇതിൽ ഇപ്പോൾ തലത്തുണി, കുപ്പായം, കൊരലാരം, കഴുത്താരം എന്നുള്ള മണിമാല, വള, കടകം, തോട, ചെവിപ്പൂവ്, പിന്നെ പരുത്തിക്കാമണി എന്നുള്ള പടിയരഞ്ഞാണെന്ന് അതൊക്കെ അങ്ങനെ. എന്നാൽ ഇതിലെന്താ വെച്ചാൽ കണ്ണെഴുത്ത് പോലുമില്ല. നമ്മൾ നേരിട്ട് കളത്തിൻ്റെ മുമ്പിലോ അപ്പം ഒരു 10 മിനിറ്റ്. ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ചമയം ഇത് അണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുമോഹിനിയുടെ കേശാദിപാദം പാടിക്കൊണ്ടാണ് ഇത് ഇതാവുക. വിഷ്ണുമോഹിനിയുടെ ശരിക്കും ഇത് അടി തൊട്ട് മുടി വരെയുള്ള ഓരോ ഭാഗങ്ങൾ അങ്ങനെ സ്തുതിച്ചുകൊണ്ടാണ് കേശാദിപാദം ചൊല്ലിക്കൊണ്ടാണ് ഈ ഇതാവുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരീയം. അപ്പോൾ ഇതാണ് കൂത്തിൻ്റെ വേഷം. അപ്പോൾ ഈ വേഷത്തിലാണ് മുദ്രാഭിനയിലെ ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞു 12ാം കണ്ടായിട്ടുള്ള അവതാരകഥ. ഇത് കൈലാസത്തിൽ കൊണ്ടാക്കി. പിന്നെ വാസ്തവത്തിൽ അത് കഴിഞ്ഞുള്ളതാണ് ശിവൻ്റെ നിയോഗത്താൽ വീണ്ടും മലനാട് പറഞ്ഞ കേരളത്തിൽ വന്ന് തൃക്കുന്നപ്പുഴ, തിരുവുള്ളക്കാവ്, ചമ്രവട്ടം മാതിയെ 108 കാവിൽ ഇല കൊണ്ടു എന്നുള്ളതാണ്. ഈ 108 കാവിൽ അയ്യപ്പന്മാരെയാണ് ആ ഉച്ചപ്പാട്ടിൽ ആ പാട്ടുകൊട്ടിലേക്ക് ആഹ്വാനം ചെയ്യുന്നത്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് അത്. അപ്പം അതാണ് അതിൻ്റെ മുദ്രാഭിനയം. ചെറുമുദ്ര, മാറടക്കി കയ്യ എന്നാ പറയാം. മാറടക്കി കയ്യ പറഞ്ഞാൽ മാറിൻ്റെ വീതിയിൽ. ഇപ്പോൾ കഥകളിയിലെ വേഷം വളരെ വലുതാണ് കൊടുത്ത്. അപ്പം അങ്ങനെ ഒരേ മുദ്ര വലുതാക്കി 2 അകത്തി പിടിച്ച് അയ്യപ്പൻ തീകളിൽ ഇങ്ങനെ മാറടക്കി മാറിൻ്റെ വീതിയിൽ ഒതുക്കി. കൂടിയാട്ടത്തിൽ അങ്ങനെയാണ്, അയ്യപ്പൻ തീയാട്ടിൽ എങ്ങനെയാണ്, മോഹിനിയാട്ടത്തിലൊക്കെ അങ്ങനെയാണ്, ചെറുമുദ്രയാണ്. അപ്പം കൈമുദ്രകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അയ്യപ്പൻ തീയാട്ടിൽ. തീർച്ചയായിട്ടും ഈ മുദ്രയിലാണ് ഇത് മുഴുവൻ കഥ. അമൃതമദന കഥ മുഴുവൻ മുദ്രാഭിനയം. ഒരു പകല് മുഴുവൻ ആടിയുണ്ടാക്കാനുള്ള മുദ്രയുണ്ട് അതിൽ. അപ്പോൾ അത് ചെയ്യണം ചെറുമുദ്ര. പക്ഷേ ഇതിനൊരു ഇതെന്താ വെച്ചാൽ ഇത് 1000 ആണ്ടുകൾ പഴക്കമുള്ളത്. അപ്പോൾ കഥകളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പരിഷ്കരിച്ച് ഏറ്റവും അതിൻ്റെ ഇതിലുള്ള പിന്നെ അതല്ല കഥകളിയിലാവുമ്പോൾ വേഷക്കാരൻ ചെയ്യണം, പാട്ട് പാടണം, കൊട്ടുകൊട്ടണ ആൾ. ഇതിൽ തീയാട്ടിൽ എന്താ വെച്ചാൽ ഇത് ആദിമഭാവമാണ്. അത് കാരണം ഒരാൾ തന്നെ പാടുന്നു, ഒരാൾ തന്നെ കൊട്ടുന്നു, ഒരാൾ തന്നെ അഭിനയിക്കുന്നത്, തൗര്യത്രിക എന്നുള്ളത് അതതിൻ്റെ ആദ്യ രൂപമാണ്. അപ്പം അതിന്നൊക്കെ നൂറ്റാണ്ടുകളുടെ പരിഷ്കരണത്തിന് ശേഷമാണ് കഥകളി പോലെയുള്ള ഇതിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പം ചെറുമുദ്രയാണ്. പിന്നെ എന്താ പറയുക, വല്ല വിസ്തരിച്ച ആ നേരെ കളത്തിൻ്റെ മുമ്പിലുള്ള ഒതുങ്ങിയ തരത്തിലുള്ള മുദ്രാഭിനയമാണ്. അപ്പോൾ അതിൽ വീരഭക്തി അതാണ്. അതിൽ വേറെ ഒന്ന്, ഇത് ഒരു സാമൂഹ്യ കലയല്ല, അനുഷ്ഠാന കലയാണ്. നമ്മൾ നേരിട്ട് ദേവനായിട്ടാണ് സംവദിക്കുന്നത്. അപ്പം അങ്ങനെ അതാണ് ഭക്തിയാണ് അതിൻ്റെ സ്ഥായി. അപ്പോൾ അതാണ് അതിൻ്റെ കൂത്തിൻ്റെ ഭാവം. കൂത്തിന് ശേഷം കോമരമാണ്. അതെ, കൂത്ത് കഴിഞ്ഞ ഉടനെ ഒരു ചില ചെറുപൂജയുണ്ട്. ഈ അഴൽ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയ്യപ്പൻ തീയാട്ടിൻ്റെ ഇതിൻ്റെ സങ്കല്പം ഇത് ശരിക്കും ഇത് ഞാൻ പറഞ്ഞു അതൊരു ആരാധനാ രീതിയാണ്, കലയാണ്. ആരാധന അതിൽ വെച്ച പഴയ കാലത്ത് അയ്യപ്പൻ എന്നുള്ള ശാസ്താപ്രീതിയിൽ പ്രത്യേകമായിട്ട് അയ്യപ്പൻ വിദ്യയുടെ അധിപനാണ്. അപ്പോൾ തൃശ്ശൂർ തിരുവുള്ളക്കാവ് അമ്പലത്തിലാണ് കേരളത്തിൽ ഈ ഏറ്റവും അധികം ഈ പൂജയ്ക്ക് ഇത് വയ്ക്കുന്നത്, ഈ വിദ്യാരംഭം കുറിക്കണത്. രസാവ് വിദ്യയുടെ അധിപൻ എന്നാ പറയാം. അപ്പോൾ അങ്ങനെ അതേപോലെ സന്തതിക്ക്, പിന്നെ ശനിപ്പിഴ നിവാരണം, ശനിപ്പിഴ. അപ്പോൾ അതിനൊക്കെ ശനി കേരളത്തിൽ ശനിപ്പിഴയ്ക്ക് ശാസ്താവിനെയാണ് സേവിക്കുക. അപ്പോൾ അത് കാരണം ശനിപ്പിഴ അതിൽ ഈതിബാധകൾ, ഈ പെട്ടെന്ന് വരുന്ന വളരെ കൊടുങ്കാറ്റോ വേറെ പ്രകൃതിയായിട്ടുള്ള ഇതിനൊക്കെയായിട്ടാണ് ഇതിൻ്റെ ഫല ഉദ്ദേശിക്കുന്ന ഈ ശാസ്താവിൻ്റെ ഈ തീയാട്ടിൻ്റെ അതിനൊക്കെയാണ് ഇത് നടത്തുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പൂജയുണ്ട്, ചെറുപൂജ, അഴൽ പൂജ. അപ്പം അങ്ങനെ ഒരു പന്തം പോലെ കത്തിച്ച് പൂജിച്ച് അത് ദേവനെയും കളത്തിലും ശ്രീകോവിലും ഒഴിഞ്ഞ്
ശ്രീവല്ലം. എന്നിട്ട് എല്ലാ ജനങ്ങളും ഇത് വളരെ ഇതാണ്, ഇതിൻ്റെ സങ്കല്പത്തിൽ പെട്ടതാണ്. ഇത് ഈതിബാധകൾ നിവാരണത്തിനൊക്കെ ആയിട്ടാണ്. അതാണ് അതിൻ്റെ പൂജാഭാഗങ്ങൾ. ഇത് തീയാടി നമ്പ്യാരനെ ചെയ്യുക. ഇതിൻ്റെ അടുത്ത ഇതാണ് ഇതിൽ കോമരം. കോമരം എന്നുള്ളത് ശരിക്ക് ദേവൻ്റെ പ്രതിപുരുഷൻ എന്നാ പറയാം. ഈ കോമരമായിട്ട് ശരിക്കും മുല്ലക്കിപ്പാട്ട് എന്നാണ് അതിൻ്റെ അതായത് ഈ തീയാട്ടിൻ്റെ ഈ അതുവരെയുള്ള ഭാഗം കഴിഞ്ഞാൽ ദേവനെ പുറത്തേക്ക് ഒരു ഇതിൽ എഴുന്നള്ളി തിരുവായുധന പ്രതീകമായിട്ട് പിടിച്ച് ക്ഷേത്രത്തിന് പുറത്തുള്ള ആൽത്തറക്കിൽ അവിടെ ഒരു വെള്ളരി പൂജ, ഒരു ചെറു പൂജയുണ്ട്. ഇത് നമ്പൂതിരിയാണ് ചെയ്യേണ്ടത്. ആ പൂജ കഴിഞ്ഞ് അതിൻ്റെ ആ ഭാഗം കഴിഞ്ഞാൽ ഈ തിരുവായുധം പൂവും ചന്ദനവും മാലയും ഇതൊക്കെ തന്ന് കോമരത്തിന് കൊടുത്ത് തീർത്ഥമൊക്കെ തന്ന് ഒടുക്കം തിരുവായുധം കയ്യിൽ തന്നു കഴിഞ്ഞാൽ ആ ആള് ദേവൻ്റെ പ്രതിപുരുഷനായിരുന്നതാണ് പിന്നെ സങ്കല്പം. തിരുവായുധമാണ് അതിൻ്റെ പ്രതീകം. അത് കയ്യിൽ കിട്ടിയ താൻ തന്നെയാണ് അയ്യപ്പൻ എന്നാണ് അതിൻ്റെ സങ്കല്പം. അപ്പം അത് കഴിഞ്ഞാൽ വലിയ താലപ്പൊലിയും വാദ്യഘോഷം ആർക്കും ആർത്തിട്ടൊക്കെ വരിക, വലിയ കേമായിട്ട് നടത്തുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെ വന്ന് പാണ്ടിമേളവും പഞ്ചാരിമേളമൊക്കെ ആയിട്ട് പിന്നെ ക്ഷേത്രത്തിന് വലം വെച്ച് പ്രദക്ഷിണം കഴിഞ്ഞ് അതിൻ്റെ ആദ്യത്തെ അത് കഴിഞ്ഞാൽ എല്ലാ മേളങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഈ ഈടും കൂറും എന്നാണ് പിന്നെ കോമരത്തിൻ്റെ ആദ്യ ഇത്. അതൊരു തരം ഖഡ്ഗനൃത്തം, അതായത് ചുരുകിയ കടുത്തിലെയോ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ട് പ്രത്യേക ചുവടുവെപ്പാണ്. ഈ അത് വായ്ത്താരി മട്ടിലുള്ള ഒരു ഇതാണ്. ഇത് കൊട്ടാണ്. അത് വളരെ പതിഞ്ഞു തുടങ്ങി വളരെ ചടുലായിട്ടുള്ള കൊട്ടാണ്. അപ്പോൾ എന്താണോ മാരാര് കൊട്ടണെന്ന് വെച്ചാൽ അതിൻ്റെ കൃത്യമായിട്ട് കാലുകൊണ്ടുള്ള ചുവടുവെപ്പാണ്. അത് വളരെ ഒരു പ്രത്യേകതയുള്ള ഇതാണ്. പെട്ടെന്ന് ഇത് എങ്ങനെയും ഒരു ചവിട്ടണ തോന്നുന്നത് ഇങ്ങനെ. അത് അങ്ങനെയാണ് അതിൻ്റെ സമ്പ്രദായം. അത് പതിഞ്ഞു തുടങ്ങി അതിന് ത്രിപുടയുടെ 3 കോലിയുടെ 2 കോലിയുടെ വ്യത്യസ്ത കൂറുകൾ അതിനെ ഇണക്കുക എന്നുള്ള അതിനുള്ള സമ്പ്രദായങ്ങളുണ്ട്. അതിൽ പല വ്യത്യസ്ത ഇനങ്ങളുണ്ട്. അങ്ങനെ അതൊരു 10-15 മിനിറ്റ് പോലെ ഈടും കൂറും എന്ന് പറയുമ്പോൾ വളരെ കാണാൻ വളരെ കൗതുകമായിട്ടുള്ള ഒരു പ്രത്യേക നൃത്തവിശേഷമാണ് ഈ ഈടും കൂറും. അങ്ങനെ ആ ഈടും കൂറും കഴിഞ്ഞാൽ പിന്നെ കളത്തിൻ്റെ മുമ്പിലെത്തുകയാണ്. അപ്പോൾ ഈ വാദ്യക്കാരൊക്കെ വിസ്തരിച്ച് അതുവരെ വലംതലയിൽ താളം പോലെ പിന്നെ മേളായി ആദ്യം. അപ്പോൾ അതിൽ പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ കളത്തിൻ്റെ മുമ്പിൽ തന്നെ വിസ്തരിച്ച് ഇപ്പോൾ നല്ല തായമ്പകവട്ടത്തിലാണ് നല്ല വാദ്യം പ്രധാന. ഞാൻ പറഞ്ഞു ഗീതനൃത്തം ആദ്യ ആലേഖ്യ അഭിനയം. ഈ ഗീതം നൃത്തം ആലേഖ്യ അഭിനയത്തിൻ്റെ എല്ലാതിൻ്റെയും പശ്ചാത്തലം വാദ്യമാണ്. അപ്പോൾ വാദ്യമാകുമ്പോഴാണ് ഇതിൻ്റെ എല്ലാ അതിൻ്റെ പശ്ചാത്തലം വാദ്യമാണ്. അപ്പോൾ നല്ല വാദ്യം ഉണ്ടാവണം. അങ്ങനെ വാദ്യത്തിനായിട്ട് ഇങ്ങനെ ചെമ്പടവട്ടം തായമ്പകവട്ടമാണ്. പിന്നെ അടന്ത, ചമ്പ, പഞ്ചാരി, പിന്നെ അങ്ങനെ അന്ന് തന്നെ 5-7 എന്നൊക്കെ പറയുകയാണെങ്കിൽ 5 എന്നുള്ളത് പഞ്ചാരിയാണ്, 7 എന്നുള്ളത് ചെമ്പടയാണ്. അന്ന് 7 അടി 5 അടി 3 അടി എന്ന് പറഞ്ഞാൽ ശരിക്കും ത്രിപുടിയാണ് ചെമ്പടവട്ട. അത് അപ്പം അങ്ങനെ വ്യത്യാസം. അതിങ്ങനെ ക്രമത്തിൽ കൂടി ദ്രുതഗതിയിലായി പതിഞ്ഞു തുടങ്ങി ചടുലായി വീണ്ടും ഒരേ ഇതിലും അതിൽ അങ്ങനെ ഒരേ താളത്തിലും അതായത് കുറേ മുമ്പിലേക്ക് പോയി അതിൻ്റെ ഇരട്ടി പിടിച്ച് പിന്നാക്കം വരും. അതിൻ്റെ ഇരട്ടിയിൽ ചാടി ചുരികൊക്കെ മറച്ച് വ്യത്യസ്ത അതിൻ്റെ ചുവടുവെപ്പും അതുണ്ട്. അത് വളരെ കലാപരമാണ്. അങ്ങനെ ചടുലായി ഏറ്റവും ദ്രുതഗതിയിൽ തകർന്ന ചവിട്ടുക എന്ന് തകർന്ന് ആ കൊട്ടിനനുസരിച്ച് കാല് വെച്ച് അതിൻ്റെ പാരമ്യത്തിലെത്തി അങ്ങോട്ട് നേരെ കളത്തിൽ ചാടും. അതായത് പ്രതിപുരുഷനാന്ന് പറഞ്ഞു. അപ്പോൾ അത് അയ്യപ്പൻ തന്നെയാണ് ഇതാവണമെന്നുള്ളതാണ്. അപ്പം കളത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം കളത്തിൽ കുരുത്തോല വെട്ടി വീഴ്ത്തി പിന്നെ കളം പകുതി മുഖം ആക്കിയില്ല, മുഖം വരെയുള്ള ഭാഗ്യം ഘട്ടമായിട്ട് അതിനൊക്കെ ഒരേ ഘട്ടമാകുമ്പോൾ അതിൻ്റെ പാട്ടുണ്ട്. അവിടെ പാടണം, അതനുസരിച്ച് ഇവിടെ അവിടെ ഇടയിൽ കൊട്ടുവരും. അങ്ങനെ ഒരു 2-3 ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം മാത്രമായിട്ട് ഉണ്ടാവും, ബാക്കിയൊക്കെ മാച്ചുണ്ടാവും. അപ്പം ആ മാക്കിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞാലാണ് അവിടെ ഇങ്ങോട്ട് നിർത്തും പെട്ടെന്ന്. അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു അവസാനം എന്നാണ് തേങ്ങേറ്. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇതെന്താ വെച്ചാൽ തേങ്ങേർ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള. അയ്യപ്പനും വേട്ടേകരനും 12,000 തേങ്ങേറുണ്ട്. അയ്യപ്പനും ഉണ്ട്, വേട്ടേകരനുണ്ട്. വേട്ടേകരൻ നമ്മൾ നടത്തുന്നതിന് അയ്യപ്പൻ തീയാട്ട്, മറ്റേതിന് വേട്ടേകരന് അവര്. അപ്പം അതിന് വേട്ടേകരന് ശരിക്കും കാരോൾ നായർ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ഒരു സമുദായം ഉണ്ട് ഈ കോമരം നടത്താൻ. അപ്പം 12,000 ആണെങ്കിൽ 12,000 തേങ്ങേറ് കുന്നു രൂപത്തിൽ അവിടെ കൂട്ടിയിട്ടുണ്ടാവും. ആ തേങ്ങേറ് തേങ്ങാപീഠത്തിലിരുന്ന് വാദ്യ പശ്ചാത്തലത്തിൽ താളാത്മകമായിട്ട് ആ കൊട്ടണ താളത്തിനനുസരിച്ച് ഇരുന്നിരിപ്പിൽ ഒരു മുറിയാണ്ട
തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് എറിഞ്ഞ് തീർക്കണതാണ് 12,000 തേങ്ങേറ്. ഇത് തേങ്ങേറ് എന്നുള്ള ഭൂതഗണങ്ങൾക്കുള്ള ഇതാണ്, തീയാട്ട അയ്യപ്പനുമാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ സങ്കല്പം. അപ്പം ആ തേങ്ങേറ് 12,000 എന്നുള്ളത് അവിടെ വളരെ ചുരുക്കത്തിൽ അവിടെ ഇവിടെയും നടക്കുന്ന വലിയ രൂപമാണ്. അതില്ലെങ്കിൽ 5,008 അല്ലെങ്കിൽ 12,000 12,000 വന്നത്ര തേങ്ങ 108 എത്ര വെച്ചാ ഇതൊന്നും ഇല്ലെങ്കിൽ ചെറുതീയാട്ട ഒരു തേങ്ങ എറി. ആ സാധനം തന്നെ 12,000 എറിയാണ്. ഇപ്പൊ മുളങ്കുന്നത്തുകാവ് കുടുംബത്തിലേക്ക് എങ്ങനെയാണ് അയ്യപ്പ തീയാട്ട് എത്തിയത്? അമ്പലത്തിലെ പ്രധാന വഴിപാടുമാണ് അത് അവിടുത്തെ കലാകാലമായിട്ട് ഇത് അങ്ങനെയാണ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അതിങ്ങനെ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വരാനാണ്. അപ്പോൾ ഇത് പഠിക്കണതും എങ്ങനെയാണ്, ഞാനൊരു 5 വയസ്സാകുമ്പോഴേക്കും ഇതിൻ്റെ ഒരുപാട് പാട്ടുണ്ട്. അത് മുഴുവൻ പഠിച്ച് അത് കേട്ട് ഇതാവണം. കൂത്താണ് ശരിക്കും ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് കൂത്തും കോമരവും. അയ്യപ്പനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ അതിപ്രാചീന 1000 ആണ്ടുകൾ പഴക്കമുള്ള ഒരു അതിപ്രാചീനായിട്ടുള്ള ഏറ്റവും വലിയ അനുഷ്ഠാന കലയാണ് അയ്യപ്പ തീയാട്ട്. ഇപ്പൊ മോളിപ്പോ അയ്യപ്പ തീയാട്ട് കലാരൂപം നടത്തുന്ന ആദ്യത്തെ വനിതയാണ്. അപ്പൊ മോൾ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? അരൽവീര ആര്യദേവി എൻ്റെ മകളാണെങ്കിൽ അവൾക്ക് ഇത് കണ്ടും കേട്ടി കുട്ടികളെ പഠിപ്പിച്ച് അവൾക്ക് ഇതൊക്കെ പരിചയമാണ്. കുട്ടിക്കാലം മുതൽക്ക് കഥകളിയും പഠിച്ചപ്പോൾ അവൾക്ക് അപ്പം ഇങ്ങനെ ഇവളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവള് ചെയ്യണേ അവൾക്ക് ചെയ്യാൻ ഈ വേദി കിട്ടും. അതൊന്ന്. അതിനേക്കാൾ ചെയ്യും പുതുതലമുറ ഭദ്രമായിട്ട് പഠിപ്പിച്ച് എൻ്റെ കാലശേഷം അടുത്ത തലമുറയിൽ ഇത് മുഴുവൻ നിലനിർത്താൻ ഇവളെ കൊണ്ട് പറ്റി. ഇവളും പിന്നെ എൻ്റെ മകനായിട്ടുള്ള വാസുദേവൻ എന്ന് പറഞ്ഞത് ഇത് ഇവളെ ആര്യദേവി. അപ്പം ഇത് ചെയ്യാന്നുള്ള അങ്ങനെ ഒരു ആലോചനയിലാണ് ഇവളെ പഠിപ്പിച്ചത്. അതിന് തന്ത്രിമാരോടും എല്ലാ ഈ കലാരംഗത്തുള്ള പല മറ്റ് കൂടിയാട്ടം അവർ പല സമുദായത്തിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് അവരൊക്കെ അഭിപ്രായത്തിലെ കലാമണ്ഡലക്കാർ പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് പോവാണ്ടിരിക്കുക എന്നുള്ളതാണ്, അന്യം നിൽക്കാണ്ട് നിലനിർത്തുക എന്നുള്ള ആവശ്യത്തിനാണ് ഇങ്ങനൊരു ബുദ്ധി തോന്നി. അതിനെ ഒടുക്കാണ് എൻ്റെ സപ്തതി പ്രമാണിച്ച് ആ ഇതിൽ അത് എതിർപ്പ് വരെ ഉണ്ടായിരുന്നു. നമ്മുടെ സമുദായത്തിൽ നിന്നാണ് ഏറ്റവും എതിർപ്പ് വന്ന്. അതിനേക്കാളും എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ്, ശരിയാണ്. പക്ഷേ ആ ഇതിലാണ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ നന്നായി എന്നുള്ളത് നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം എൻ്റെ മകളുടെ ഈ തീയാട്ട് കൂത്തരങ്ങേറ്റം. നന്ദി.